ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേർണലിംഗ് സപ്ലൈസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വാഷി ടേപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടി തിക്കറായിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് ആയതുകൊണ്ട് പിന്നീട് ഞാനത് കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിൻ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പ് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇതേപോലെ 2 സ്ട്രിപ്സ് ആണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഡബിൾ സൈഡ് ടേപ്പ് വെരി തിൻ ഡബിൾ സൈഡ് ടേപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് തിക്കായിട്ടുള്ള വൈറ്റ് ഡബിൾ സൈഡ് ടേപ്പ് ആണ് കിട്ടാറ്. പക്ഷേ ഇത് തിന്നാണ്, പക്ഷെ സൈസിൽ ഇത് ഇച്ചിരി കൂടെ തിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്നർ സ്ട്രിപ്സ് ഉണ്ടെങ്കിലായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ ഇതേപോലെ സിസേഴ്സും കൊണ്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ജേർണലിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതിനകത്ത് ഈ സപ്ലൈസ് എല്ലാം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ സപ്ലൈസും ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാ സപ്ലൈസും നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതാ ഒരു സ്ട്രിപ്പ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സസ് എല്ലാം കളഞ്ഞതിന് ശേഷം 2 സ്ട്രിപ്സും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഹാഫായിട്ട് മടക്കിയിട്ടാണ് ഇതേപോലെ തിന്നായിട്ട് ഈ സ്ട്രിപ്സ് പിന്നെ ആക്കിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ഡിസൈൻസ്, ഈ സ്ട്രിപ്സ് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ഈ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് ഞാൻ ഡൈസോയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഐ തിങ്ക് ഒരു പാക്ക് ഓഫ് 5-ലായിരുന്നു ഈ കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്രഷ് പെൻസ് ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ പിങ്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രോബെറീസ് ആണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രീനോട് കൊടുക്കാം. ഇത് ക്യാമലിൻ്റെ ബ്രഷ് പെൻസ് ആണ്. എന്നിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം കുറച്ച് ഡോട്ട്സ് കൂടെ വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഡെലിമേജിൻ്റെ പെർമനന്റ് മാർക്കറാണ്. ഇത് നമ്മുടെ സ്ട്രോബെറിയിലുള്ള സീഡ്സ് വരയ്ക്കാനാണ്. അപ്പോൾ ആദ്യത്തെ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ബ്ലൂ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഒക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ആദ്യം ഞാൻ ഡാർക്ക് ബ്ലൂ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് പിന്നെയും കുറച്ച് ഡോട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി വീട്ടിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷി ടേപ്പിൻ്റെ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കിയാലും മതി. അതിനകത്ത് പിന്നെ കുറേ ഡിസൈൻസും ഐഡിയാസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നോക്കി വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ തീം ഡിസൈനാണ്. അപ്പോൾ ഇതേപോലെ ഡയഗണലി ഞാൻ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഞാൻ ലൈറ്റ് ഗ്രീൻ കൊണ്ട് കുറച്ച് ലൈൻസും പിന്നെ ലൈറ്റർ ഗ്രീനും കൊണ്ട് പിന്നെയും കുറച്ച് ലൈൻസോട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീമിലാണ് ജേർണലിംഗ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ തീമിനനുസരിച്ചുള്ള സപ്ലൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ഏത് കളറിങ്ങിലാണോ ജേർണലിംഗ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓറഞ്ച് റെഡ് ഒരു സൺസെറ്റ് ബാക്ക്ഗ്രൗണ്ട് പോലത്തെ ഹാർട്ട്സ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻസ് എല്ലാം ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മുടെ വാഷി ടേപ്സ് എല്ലാം നമ്മൾ റോൾ ചെയ്തെടുക്കാറില്ലേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ അറ്റത്ത് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഞാൻ കുറച്ച് ഡിസൈൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ ഇതിനേക്കാളും സിമ്പിളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡിസൈൻസിൻ്റെ ഒക്കെ ഒരു ഐഡിയ വേണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിനി ഹൈലൈറ്റേഴ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു ഗ്രിഡ് പാറ്റേൺ ചെയ്തെടുക്കാം. ഇതേപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും ഗ്രിഡ് പോലെ വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് സ്കെയിലും കൊണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് ബോസ് കൂടെ വരച്ചു കൊടുക്കാം. ബോസിനായിട്ട് ഞാൻ തിൻ മാർക്കറാണ് എടുത്തത്. ഇത് ഡബിൾ സൈഡഡ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ബ്രഷ് പെൻസായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് തിൻ പെന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു അടിപൊളി ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ ഇവിടെ ചെയ്തെടുത്തത്. നല്ല ക്യൂട്ട് ആൻഡ് ഏസ്തറ്റിക് ആയിട്ടില്ലേ. എന്നിട്ട് ഇത് ഞാൻ ഹൈലൈറ്റേഴ്സും കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പേസ് തീമിനാണ് പോയത്. ഇത് ഞാൻ എൻ്റെ ഓൺ ഐഡിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ബ്ലൂ കളറിലാണ് ഞാനിവിടെ വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് മാർക്കർ കൊണ്ട് ഇതേപോലെ നമുക്ക് ഒരു പ്ലാനറ്റ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സാറ്റേൺ പോലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഡോട്ട്സും കുറച്ച് സ്പാർക്കിൾസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്പാർക്കിൾസിന് പിന്നെ നമുക്കറിയാമല്ലോ യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോ കളറും കൊണ്ട് കളർ ചെയ്തും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പേർപ്പിൾ ഡോട്ട്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ
സെക്കൻഡ് പാറ്റേൺ പേപ്പർ. പിന്നെ ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ബിഫോർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് വരുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ഡിസൈൻസിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ പേപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ കാണിക്കുന്നത് 5 ഡിസൈൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജേർണലിങ്ങിന് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുക. അടുത്ത നമുക്ക് ഫിലിം സ്ട്രിപ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ വൈറ്റ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വേണ്ടത്. ബിക്കോസ് നിങ്ങൾ ഫിലിം സ്ട്രിപ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതേപോലെ മുകളിൽ ഒരു ലൈൻ സ്കെയിലും കൊണ്ട് തന്നെ വരച്ചെടുക്കുക. പിന്നെ സൈഡ്സിൽ നമുക്ക് കുറച്ച് ലൈൻസ് കൂടെ വരച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇതേപോലത്തെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ പേപ്പറിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ലൈൻസ് വരയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിലിം സ്ട്രിപ്സ് ഉണ്ടാക്കാൻ പിന്നെ സ്പെഷ്യലി നമുക്ക് സ്കെച്ച് പെൻസോ കളേഴ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ബ്ലാക്ക് മാർക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാവരും എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഫിലിം സ്ട്രിപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഡയഗണലി ലൈൻ വരച്ചുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ബ്ലാക്ക് മാർക്കർ കൊണ്ട് ഫുൾ ആ ലൈൻസിൻ്റെ ഇൻസൈഡ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. മേളി മാത്രമേ ഫുൾ കളർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഡാർക്കറായിട്ട് ഈച്ച് സൈഡ്സ് ആ ലൈനിൻ്റെ വരയ്ക്കണം. സ്കെയിലും കൊണ്ട് വരച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട്സ് പോലെ ഇതിനകത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫിലിം സ്ട്രിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതേപോലത്തെ ഡിസൈനിലാണ് ഇരിക്കുന്നത്. പിന്നെ പിൻട്രസ്റ്റ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ജേർണലിങ്ങിനൊക്കെ ഇതാണ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈതർ സൈഡ്സ് ഇതേപോലെ ബോൾഡ് ആക്കി കൊടുത്തതിന് ശേഷമാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 3 ബോക്സസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സസ് ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ചെയ്യുന്നവർക്കോ ചെയ്യാൻ അറിയാത്തവർക്കോ ഒക്കെ അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് അത് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എക്സസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ 2 സ്ട്രിപ്സ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടുത്ത നമുക്ക് സ്റ്റിക്കർ ഷീറ്റ് ഉണ്ടാക്കാം. ഈ ഷീറ്റ് ഞാൻ A4 സൈസ് പേപ്പറിൽ ക്ലിയർ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ A4 സൈസ് പേപ്പറിൽ ക്ലിയർ ടേപ്പ് ഒട്ടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഡോട്ട് സ്റ്റിക്കേഴ്സിനായിട്ട് ഞാനിവിടെ സ്റ്റിക്കി നോട്ട്സ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ കളർ പേപ്പർ എടുത്താലും മതി. പിന്നെ ഗ്ലൂവിൻ്റെ ക്യാപ്പോ ഇനി സർക്കുലർ ക്യാപ്പോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കണം. ഒരു സർക്കിൾ വരച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കത് മടക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഡോട്ട് സ്റ്റിക്കേഴ്സും ഇപ്പോൾ ജേർണലിങ്ങിനൊക്കെ ഭയങ്കര ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് സ്റ്റിക്കേഴ്സ് കൂടെ ഉണ്ടാക്കാൻ ഓർത്തത്. അപ്പോൾ ഇതേപോലെ ഞാൻ സർക്കിൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇതേപോലെ സർക്കിൾ വരച്ചതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കാം. നമ്മൾ എന്തിനാ ഈ മടക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ നമ്മൾ ഒത്തിരി സർക്കിൾ വരച്ചെടുക്കും. പിന്നെ എല്ലാം ഡിഫറെൻറ്റ് സൈസസും ആയി പോകും. പിന്നെ നിങ്ങളുടെ സമയം പോകും. അപ്പോൾ പിന്നെ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് സർക്കിൾസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ മിനി സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ സർക്കിൾ സിമ്പിളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറെ സ്കെച്ച് പെൻസ് കൊണ്ട് കളർ ചെയ്തിട്ടാണെങ്കിൽ ഇതേപോലത്തെ ഡോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബാക്കി സ്റ്റിക്കി നോട്ട്സും കൊണ്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സിന് ഒരു ലേബൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ജേർണലിംഗ് കിറ്റിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതേപോലത്തെ ഒരു ഹെഡിങ് വരും. അപ്പോൾ പിന്നെ നമുക്ക് സപ്ലൈസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡോട്ട് സ്റ്റിക്കേഴ്സിന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ടേപ്പും കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഈ ക്ലിയർ ഷീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ സിമ്പിളായിട്ട് ഞാൻ ഗ്ലൂ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആക്ച്വലി എൻ്റെ ഷീറ്റ് ഇച്ചിരി ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും ഒട്ടിച്ചാൽ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡോട്ട് സ്റ്റിക്കേഴ്സ് വരുന്നത്. അടുത്ത നമുക്ക് പേപ്പർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. പേപ്പർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ പിന്നെയും വെരി ഈസിയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കണം. ഇത് ഇങ്ങനെ തന്നെ മടക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമ്പ്സ് കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ എക്സസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ എൻഡ്സ് ഇതേപോലെ ചെയ്യണം. നമ്മൾ ഈ സ്റ്റാമ്പ്സ് ഒക്കെ കണ്ടിട്ടില്ല, എൻ്റെ എൻഡ്സ് ഒരു സ്പെസിഫിക് ഷേപ്പാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ടയർ ചെയ്തും എടുക്കാം. പിന്നെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എനി ഡിസൈൻ വരയ്ക്കാം. ഞാനിവിടെ പിങ്ക് ഹൈലൈറ്റേഴ്സ് വെച്ച് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു റെക്റ്റാങ്കിൾ പോലെ. പിന്നെ അതേപോലെ ഞാൻ ബ്ലൂ കളറും അതേ സെയിം സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്.
അടുത്ത ഞാൻ പേർപ്പിൾ കളറൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളേഴ്സോ പെയിൻസോ ഒക്കെ ഉപയോഗിച്ച് സെയിം പ്രോസസ്സ് ചെയ്താൽ മതി. എന്നിട്ട് ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് കുറച്ച് നമ്പറൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റേജ് സ്റ്റാമ്പ് ആയതുകൊണ്ട് ഞാൻ പോസ്റ്റ് കാർഡ് എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് പോലൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാമ്പ്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ സ്റ്റാമ്പ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റാമ്പ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം. അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ലേബിൾസ് ഉണ്ടാക്കാം. ടെക്സ്റ്റ് ലേബിൾസ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ടെക്സ്റ്റ് പോലെ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ വൈറ്റ് ഷീറ്റിൽ ബ്ലാക്ക് മാർക്കർ കൊണ്ടാണ് എഴുതുന്നത്. നിങ്ങൾ പിൻട്രസ്റ്റ് ഒക്കെ പോയാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് ഷീറ്റ് വൈറ്റും കൊണ്ട് എഴുതുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ഷീറ്റിൽ തന്നെ ബ്ലാക്ക് മാർക്കർ തിന്നായിട്ടുള്ള മാർക്കർ കൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സോ ലൈൻസോ ഒക്കെ എഴുതി കൊടുത്തതിന് ശേഷം സിമ്പിളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒട്ടിച്ചൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ്സോ ടെക്സ്റ്റ്സോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അതുമൊക്കെ എഴുതിയെടുക്കാം. ഇതേപോലെ നമ്മൾ ടെക്സ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിഫോർ ചെയ്ത സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിക്കർ ഷീറ്റിൻ്റെ മുകളിൽ ഹെഡിങ്ങും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂവും കൊണ്ട് ഇത് സിമ്പിളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ലേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാം. സ്റ്റിക്കി നോട്ട്സ് ഉള്ളവർക്ക് സ്റ്റിക്കി നോട്ട്സ് തന്നെ യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇതേപോലെ ഞാൻ പേസ്റ്റൽ കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഷീറ്റ്സ് ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 ആയിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കുക. ഇത് സ്റ്റിക്കി നോട്ട്സ് അല്ല, മിനി സ്റ്റിക്കി നോട്ട്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ലേബിൾസിനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതേപോലെ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം പിന്നെ അത് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം നിങ്ങൾക്ക് കളർഫുൾ പേപ്പറൊന്നും ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ തന്നെ ഇതേപോലെ സ്കെച്ച് പെൻസ് കൊണ്ട് കളർ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ എല്ലാ കളേഴ്സിലും ഈ സെയിം സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാ കളേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഗ്രീൻ ഉണ്ട്, ബ്ലൂ, പിന്നെ പിങ്കും പിന്നെ യെല്ലോ കളറോട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബിഫോർ ചെയ്ത സ്റ്റിക്കർ ഷീറ്റിൻ്റെ സ്റ്റെപ്പ് ആരും മറക്കണ്ട, അതേപോലെ പിന്നെയും ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ടാണ് ഈ പേപ്പർ ഒട്ടിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രോപ്പർലി സ്റ്റിക്ക് ആകത്തില്ല. അപ്പോൾ ഇതേപോലെ സ്മോൾ പീസ് ഓഫ് ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെയുള്ള സ്റ്റെപ്സിൽ നമ്മൾ നോർമലി ഗ്ലൂ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക, അടുത്ത സ്മോൾ ഷീറ്റ് ഒട്ടിക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാ സെയിം സ്റ്റെപ്സ് നമ്മൾ അടുത്ത കളേർഡ് സ്റ്റിക്കി നോട്ട്സിനൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിക്കി നോട്ട്സോട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ സൈസിലാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് സ്റ്റിക്കി നോട്ട്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഈ ജേർണൽ കിറ്റാണ്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിലൊരു ഓൾഡ് ബോക്സ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ജേർണൽ കിറ്റായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഹെഡിങ് കൂടെ അങ്ങോട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ സപ്ലൈസ് എല്ലാം കാണാം. ആദ്യം നമുക്ക് പാറ്റേൺ പേപ്പർ ഉണ്ട്. നമുക്ക് 5 ടൈപ്സ് ഓഫ് പാറ്റേൺ പേപ്പർ നമുക്ക് വെച്ചു കൊടുക്കാം. പിന്നെ പാറ്റേൺ പേപ്പർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കുന്നത് വാഷി ടേപ്സ് ആണ്. നമുക്ക് കുറേ ടൈപ്പ് വാഷി ടേപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ജേർണൽ കിറ്റിന് എനി ബോക്സ് ഓർ എനി ടൈപ്പ് കണ്ടെയ്നർ എടുത്താലും മതി. ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. അടുത്ത് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് കൂടെ വെച്ച് കൊടുക്കാം. ഇത് സ്ക്വയർ ഷീറ്റ് കളർ പേപ്പേഴ്സ് ആണ്. ഇങ്ങനെ നമുക്ക് ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ട് നമുക്ക് സ്റ്റിക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ഉണ്ടാക്കിയ ഡോട്ട് സ്റ്റിക്കേഴ്സോട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ടെക്സ്റ്റ് ലേബിൾസോട് വെക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ട്സോട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് സ്റ്റാമ്പ്സ് ഇല്ലേ, അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഫിലിം സ്ട്രിപ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലത്തെ ജേർണൽ കിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് പിന്നെ നമുക്ക് ഗ്ലൂ ഒക്കെ നമുക്ക് ജേർണലിങ്ങിന് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ ഗ്ലൂ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഊഹു സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. അടുത്തത് നമുക്ക് മിനി സിസേഴ്സോട് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ജേർണലിങ്ങിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യുക. എല്ലാവരും ഈ ജേർണൽ കിറ്റ് എല്ലാ സപ്ലൈസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ജേർണലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.